ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഓണം സ്പെഷ്യലായിട്ടൊരു പായസം ഉണ്ടാക്കാം. ഞാൻ അതിനായിട്ട് കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. ബദാം പായസമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ബദാം ഒരു 3 മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനുശേഷം അത് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ നല്ല ഫൈനായിട്ട് അതിൻ്റെ വൈറ്റ് മാത്രം എടുക്കുക. അത് മാത്രം എടുത്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കണം. അതിനിതാ ഞാൻ ഫുള്ളായിട്ട് ക്ലീനാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് കുറച്ച് പാലിൽ അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായ നമുക്കിതാ പഞ്ചസാര ചേർത്ത് ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബദാം ഒന്ന് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കുറച്ച് പാലും കൂടി ചേർത്ത് അരച്ചെടുത്ത് വരാം. ഞാനിതിപ്പോൾ ഒരു 200 ഗ്രാം ബദാമാണ് എടുത്തത്. ഒരു 1/4 കപ്പ് പാലിൽ അരച്ചെടുക്കുന്നത്. പിന്നെ ഒരു 5-6 ഏലക്കായ എടുത്തിട്ടുണ്ട്. അരച്ചെടുക്കാനുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ചൂടുപാലോ തണുത്ത പാലോ എന്തായാലും കുഴപ്പമില്ല. ഞാനിതാ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അടുപ്പത്ത് ഒരു പാനിൽ പാൽ വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തത്. ആ 1 ലിറ്റർ പാലിവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂ ഇല്ലാത്തവർ കുങ്കുമപ്പൂ ചേർക്കണ്ട. ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർത്തു എന്ന് മാത്രം. പിന്നെ ഒരു ടേസ്റ്റൊക്കെ കൂടാൻ നല്ലതാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ കുറച്ച് 4 സ്പൂണ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല. ആ പാൽപ്പൊടിയിലേക്ക് നമുക്ക് കുറച്ച് പാൽ ചേർത്ത് ഒന്ന് കലക്കി വെക്കാം. നന്നായിട്ടൊന്ന് കലക്കി വെച്ചതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. ഉപ്പുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ചേർത്ത് ഇതിലേക്ക് നമുക്ക് ആ പാലും കൂടി ചേർത്ത് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി നല്ലൊരു ഡ്രൈ ആവുന്ന വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. കൈവിടാതെ ഇളക്കണം. കട്ടയായിപ്പോവും. ഇത് ഓപ്ഷണലാണ്, ഇത് നിർബന്ധമൊന്നുമില്ല. ഇനി പാൽപ്പൊടി കലക്കിയിട്ട് പാലിലേക്ക് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ്. നമ്മൾ മാവ ഒക്കെ വാങ്ങാൻ കിട്ടാറുണ്ട്. അതിപ്പോൾ നമുക്കിവിടെ കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒഴിക്കുന്നതാണ്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് കൈവിടാതെ ഇളക്കുമ്പോൾ ഇതുപോലെയായി വരും. ഒന്നുകൂടി ഇത് ഡ്രൈ ആയി വരും. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കാൻ കിട്ടും. ആ വിധത്തിലായി വരും. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പാലിലേക്ക് ചേർക്കുന്ന സമയത്ത് അത് അലിഞ്ഞ് ചേർന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വെറും ബദാം കൊണ്ട് തന്നെ നമുക്ക് പായസം ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഇറക്കി വെച്ച് തണുക്കാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കിനി നമ്മളെ പാല് ഉണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇതിൽ കൂടുതൽ വേണ്ട. നമുക്ക് ഇറക്കി വെക്കാം. ഇനി പാല് നമുക്ക് എന്തായെന്നൊന്ന് നോക്കാം. പാലവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബദാം ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച ബദാമിന് ചേർത്ത് കൊടുക്കാം. പാൽ ഒരുപാട് കുറുകി പോകണമെന്നൊന്നുമില്ല. കുറച്ച് ബദാമും കൂടി ചേർക്കുന്ന സമയത്ത് പാൽ കുറുകി വരും. അപ്പോൾ അധികം കുറുകണമെന്നൊന്നുമില്ല. 1 ലിറ്റർ പാൽ ധാരാളമാണ് ഇത്രയും ബദാമിന്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാലിലേക്ക് ചേർക്കുന്ന സമയത്ത് ഇതെല്ലാം മിക്സ് ആയിക്കോളും. അധികം ഇങ്ങനെ കട്ടയായി പോകുന്നില്ല. പാൽപ്പൊടി ചൂട് പാലിൽ ചേർക്കുമ്പോൾ മാത്രമേ കട്ടയായി പോവുള്ളൂ. അതുകൊണ്ടാണ് പാൽപ്പൊടി അങ്ങനെ ചേർത്തത്. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ചേർത്തിട്ടില്ല ഞാൻ ഇതുവരെ. അപ്പോൾ മധുരത്തിന് വേണ്ടി ഇത് ഞാൻ ഏലക്കായ് പൊടി ചേർക്കുകയാണ്. ഇപ്പോൾ ഏലക്കായ് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഞാൻ വേറെ മധുരമൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല. ആ പഞ്ചസാര മാത്രമേ ഉള്ളൂ. ഏലക്കായ് പൊടിച്ച് ആ പഞ്ചസാര മാത്രമാണ് ചേർത്തത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ
കണ്ടൻസ്ഡ് മിൽക്കാണ് വാങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഞാൻ ഈ 1 ലിറ്റർ പാലിന് ഒരു പാക്കറ്റ് എനിക്ക് കംപ്ലീറ്റ് ഇടേണ്ടി വന്നിട്ടുണ്ട്. ആ മധുരമാണ് ഇതിലുള്ളത്. കണ്ടാൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇത്രയും മധുരമേ എനിക്ക് ആവശ്യമുള്ളൂ 1 ലിറ്റർ പാലിൽ. അതും ഇനി മധുരം കുറവുള്ളവർക്ക്, ഇവിടെ ഇച്ചിരി മധുരം വേണ്ടതുകൊണ്ട് ഞാൻ അത്രയും ചേർത്തത്. മധുരം കുറവ് വേണ്ടവർക്ക് അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ പാൽപ്പൊടീൻ്റെ മധുരം കൂടി ഉണ്ടാവുമല്ലോ, പാൽപ്പൊടിക്കും കുറച്ച് മധുരം ഉള്ളതാണ്. അപ്പോൾ പാൽപ്പൊടീൻ്റെ മധുരം കൂടി ഉണ്ടാവും. ഇതിവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഓൾറെഡി എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു നട്ട്മഗ് അല്ലേ, നമ്മളുടെ ജാതിക്ക എന്ന് പറയുന്നത്, അത് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ശകലം ചേർത്ത് കൊടുക്കണം. ഒരുപാടൊന്നും വേണ്ട, അതാ ഇത്രയും മതി. അത്രയും ചേർത്ത് കൊടുത്ത് അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു തിള വരുന്ന വരെ വെച്ചാൽ മതി, അധികം തിളയ്ക്കണം എന്നൊന്നുമില്ല, കാരണം പാലെല്ലാം നന്നായി തിളച്ച് വന്നതാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച്, നമ്മളുടെ കോവ ചേർത്തിട്ടില്ല, നമ്മളുടെ പാൽപ്പൊടീൻ്റെ ചേർത്തിട്ടില്ല, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതും ഇപ്പോൾ അതിനകത്ത് അങ്ങനെ മിക്സായി പോകും, നന്നായിട്ട് അങ്ങോട്ട് മിക്സ്. എപ്പോഴാണ് കട്ടിയായി വരിക പായസം, കാരണം അതും കൂടി ചേർക്കുമ്പോൾ, പാൽപ്പൊടിയുടെ കൂടി ചേർക്കുമ്പോഴാണ് കട്ടിയായി വരുന്നത്. പിന്നെ നമ്മളുടെ കുങ്കുമപ്പൂവിൻ്റെയും എല്ലാം ഒരു ബട്ടറിൻ്റെ ഒക്കെ ഒരു മഞ്ഞ കളറും കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചുകൂടി, അതാണ് ഞാൻ ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പാകമായിട്ടാണ് തോന്നി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് കിസ്മിസൊക്കെ ഒന്ന് വറക്കുന്നവരെ മതി. നന്നായിട്ട് ഒന്ന് ചുവന്ന് വരുന്നവരെ വെക്കുക. പിന്നെ നമുക്ക് കിസ്മിസും, പിന്നെ ഞാനൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ, ചാറോളി എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കിസ്മിസിൻ്റെ കൂടെ ഞാൻ. ഇതാണ് ചാറോളി, ഇത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അതും നല്ല ടേസ്റ്റാണ്. നമുക്ക് പായസത്തിലൊക്കെ ചേർക്കുക, ഏത് പായസം ഉണ്ടാക്കുകയാണെങ്കിലും അത് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതും കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് നമുക്ക് നമ്മളുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം, പായസക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അതാ ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഓണം സ്പെഷ്യൽ പായസമാണിത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ റോസ് പായസം അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവ് ചെയ്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബദാം പായസമൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്, ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. പായസമൊക്കെ ആയിട്ട് കുടിക്കുക അവർ. ഓക്കേ, എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം.